നിങ്ങളൊരു കാറ് പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കാർ ലോൺ എടുത്തതിന് ശേഷം ഏതെങ്കിലും സാഹചര്യം കൊണ്ടിട്ടൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു 3 ദിവസമോ 4 ദിവസമോ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ നമ്മളുടെ കാർ ലോണിൻ്റെ EMI ഒരു 1-2 EMI നമ്മളുടെ ബാങ്കിലേക്ക് റീഫണ്ടായിട്ട് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? വളരെ അത്ഭുതമായിട്ട് തോന്നാം. അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ ഉണ്ടോ എന്നല്ല. ഇപ്പോൾ പ്രീമിയം കാറുകളായിട്ടുള്ള BMW അല്ലെങ്കിൽ റേഞ്ച് റോവർ അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ EMI 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആവാം. ഈ വണ്ടികൾ നമ്മൾ ലോൺ എടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ചെറിയ രോഗങ്ങൾ കൊണ്ടിട്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ 3 EMIയോ 4 EMIയോ നമുക്ക് പണമായിട്ട് നമ്മുടെ ബാങ്കിലേക്ക് തിരിച്ചടവ് കിട്ടിയാൽ അതൊരു വലിയൊരു സഹായം തന്നെയാണ്. അങ്ങനെ ഒരു പോളിസി ഇന്ന് നിലവിലുണ്ട്. മലയാളികളായിട്ടുള്ള പല വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള പോളിസികളെ കുറിച്ചിട്ടുള്ള അറിവ് സീറോയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ നമ്മൾ പറയുന്നത്. ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, കാർ ലോൺ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഹോം ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോൺ ടേക്ക് ഓവർ ചെയ്യുന്ന പോളിസികളുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ലോൺ പ്രൊട്ടക്റ്റർ എന്ന് പറയും. ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ പല ബാങ്കുകളും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ EMI പ്രൊട്ടക്റ്റർ എന്ന് പറയുന്ന ഒരു പ്ലാനാണ് പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ലോൺ എടുത്തതിന് ശേഷം EMI അടച്ചുകൊണ്ടിരിക്കെ ആ വ്യക്തിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ EMI അടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പോളിസിയാണ് EMI പ്രൊട്ടക്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് പോളിസി. പുതിയതായിട്ട് ലോൺ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള EMI പ്രൊട്ടക്റ്റർ ഉള്ള ഒരു പോളിസി നിങ്ങൾ ചോദിച്ചു വാങ്ങുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോണ് തരുന്ന ബാങ്ക് അത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണമെന്നില്ല, തരണം എന്നില്ല. റീസെൻ്റ്ലി ഐ സ്പോക്ക് ടു എ ഗൈ. അപ്പോൾ അദ്ദേഹവും പുതിയ വണ്ടി എടുത്തു, പക്ഷേ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ബാങ്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പോളിസിയെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് നല്ല നല്ല ഇൻഫോർമേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല നല്ല പോളിസികളും ഇപ്പോൾ അവൈലബിൾ ആണ്. ക്രിട്ടിക്കൽ ഇൽനെസ് ആണെങ്കിലും ടേം പോളിസി ആണെങ്കിലും ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പോളിസികളാണ്. നമ്മൾ അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് NRIസിനൊക്കെ ആവുമ്പോൾ അവർ ഇപ്പോൾ ഒരു ഡിഫൻഡർ എടുക്കുകയാണെങ്കിൽ 1.5 കോടി 2 കോടി രൂപയാണ് ഒരു ഡിഫൻഡർ എടുക്കുക. അവരുടെ EMI വളരെ ഒരു വലിയ EMI ആയിരിക്കും അവർ അടയ്ക്കേണ്ടി വരിക. വലിയൊരു EMI ആയിരിക്കും ഡിഫൻഡർ പോലത്തെ വണ്ടിക്കൊക്കെ അടയ്ക്കേണ്ടി വരിക. അവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഒരു 4 EMI നമുക്ക് റീഫണ്ടായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു 6 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കിട്ടുന്ന പോളിസികളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ സമ്പാദ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യണം. ഓക്കെ, പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ചെറിയ എമൗണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ വെൽത്ത് ക്രിയേഷനിലേക്ക് പോകുന്നത്. എനിബഡി ക്യാൻ മേക്ക് മണി, ബട്ട് ഹൗ ഡു യു മാനേജ് ദ മണി ഈസ് ദ പ്രോബ്ലം. അവിടെയാണ് നമ്മൾ പണം ഉണ്ടാക്കിയതിന് ശേഷം അത് വെൽത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇൻഷുറൻസ് പോളിസീസ് ആർ നോട്ട് ടു മേക്ക് യു റിച്ച്. ഇൻഷുറൻസ് പോളിസികൾ കൊണ്ട് നിങ്ങൾക്ക് ധനികനാകാനും പറ്റില്ല. പക്ഷേ ഇൻഷുറൻസ് പോളിസികൾ യഥാസമയം മനസ്സിലാക്കിയെടുത്താൽ ദരിദ്രനാവാതിരിക്കാൻ അത് സഹായിക്കും. ആ ഒരു വിഷ്ടം നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് പുതിയ വണ്ടി എടുക്കാൻ, പുതിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രീമിയം വണ്ടി എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയുക, ഐ വാണ്ട് ആൻ EMI പ്രൊട്ടക്റ്റർ പോളിസി വിച്ച് ഈസ് വെരി വെരി ചീപ്പ്. വളരെ ചീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. ഒരു 18,000 രൂപ തുടങ്ങിയിട്ട് 25,000 രൂപ 24,000 രൂപ വരെയൊക്കെ ഉള്ളൂ. പലപ്പോഴും അറിയുന്നില്ല. ഐ വാസ് സ്പീക്കിംഗ് ടു സം ഓഫ് മൈ ഫ്രണ്ട്സ്, സോ ദേ വർ സർപ്രൈസ്ഡ് ടു നോ ദിസ്. ഇങ്ങനെയുള്ള പോളിസികൾ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു ഇൻഫോർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വ്യൂവേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയും നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയും ഇന്ന് ഷെയർ ചെയ്യാൻ വെച്ചത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും വണ്ടി എടുക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ പുതിയ വണ്ടികൾ മാറുമ്പോഴോ EMI പ്രൊട്ടക്റ്റർ ചോദിച്ചു മേടിക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്.